സോ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണിത്. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വീട്ടിൽ തന്നെ DIY നമുക്ക് റൈസ് വാട്ടർ ഷാമ്പു അങ്ങനെ തയ്യാറാക്കാം. പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഞാൻ ഹെയർ കെയറിനകത്ത് ചെയ്യുന്ന സ്റ്റെപ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഡേ 1 ഞാൻ ഷെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യത്തെ 7 ദിവസവും ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മുദ്രാസ്, അതുപോലെ ഹെയർ പ്രഷർ പോയിൻറ്റ് മസാജ്, ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് നേരെ എടുക്കില്ല. ഒരു മുദ്രാസിനൊക്കെ ഒരു 10 മിനിറ്റ് വീതവും, ഇൻവേർഷൻ ഒരു 3-4 മിനിറ്റ്, പ്രഷർ പോയിൻറ്റ് മസാജും ഒരു 3-4 മിനിറ്റ് എടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വരിയായിട്ട് അത് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് തലയിലേക്കുള്ള രക്തയോട്ടം നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തലേന്ന് തന്നെ തയ്യാറാക്കി വെച്ച റോസ്മറി ക്ലോവ് വാട്ടർ, അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ഡേ 1 വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റോസ്മറിയും നമ്മുടെ ഗ്രാമ്പൂവും കൂടെ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് ആ വെള്ളം വെച്ചിട്ടാണ് ഇത് ഞാൻ തലയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട്. ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഹെയർ ഓയിലാണ്. ഇതിൻ്റെയും കൂട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കാച്ചിയ എണ്ണയോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുന്നതിന് ഒരു 1/4 മണിക്കൂർ മുന്നായിട്ടാണ് നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഷാമ്പു തയ്യാറാക്കുന്നത് കുറച്ച് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം, കാരണം ഇത് കുതിർന്ന് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് ആവശ്യമുള്ളത് സോപ്പ് നട്ട്സ് അഥവാ റീറ്റ. ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. എഗെയിൻ അതിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അല്ലാതെ ഓഫ്ലൈൻ അങ്ങാടിക്കടയിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും ഓൺലൈൻ തന്നെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ സോപ്പ് നട്ട്സ് കുറച്ച് എടുക്കുന്നുണ്ട്, റീറ്റ, പിന്നെ ഉലുവ, പിന്നെ കഞ്ഞിവെള്ളം, ഉപ്പിട്ടിട്ടില്ലാത്ത കഞ്ഞിവെള്ളം, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുതിരാൻ വെക്കണം. ഒരു 5-6 മണിക്കൂർ കുതിരുകയാണെങ്കിൽ നന്നായിട്ട് അത് ഒരു പതഞ്ഞ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതുപോലെ ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ഞാനിത് അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യാറ്, അരിക്കാൻ നിൽക്കാറില്ല. അരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തലയിൽ ആ ഒരു പൊടി പോലൊന്നും വരത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരിക്കാതെ അങ്ങനെ തന്നെ ഡയറക്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഒന്ന് ചീകി കൊടുക്കുമ്പോൾ, നനഞ്ഞിരുന്നിട്ട് മുടി ഒന്ന് ചെറുതായിട്ട് ചീകി കൊടുക്കുമ്പോൾ തന്നെ ആ പൊടി പോലുള്ളത് പോവുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അരച്ച് കഴിഞ്ഞിട്ട് അരിച്ചിട്ട് യൂസ് ചെയ്യാം. അതാകുമ്പോൾ ആ പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യാം. അതൊരു 15-20 മിനിറ്റെങ്കിലും തലയിൽ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റോസ്മറി ക്ലോവ് വാട്ടർ എഗെയിൻ തലയിൽ ഫൈനൽ ഹെയർ ഇൻസൈഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയത്തില്ല. സ്കാൽപ്പിൽ ഈ റോസ്മറി ക്ലോവ് വാട്ടറിൻ്റെ ആ അംശം അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഇത് ഒട്ടും തന്നെ സ്റ്റിക്കി അല്ലാത്തതുകൊണ്ട് എനിക്ക് മുടിയിൽ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെ തന്നെ അങ്ങ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് മുടി നന്നായിട്ട് ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 4ാമത്തെ ദിവസം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡേ 1 വീഡിയോ തൊട്ട് കണ്ടു നോക്കുക. അതിനകത്തും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ചാലഞ്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസിൽ അറിയിക്കുക എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ചാലഞ്ചിൽ, എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവുന്ന പ്രതീക്ഷയോടെ. ടേക്ക് കെയർ, ബൈ.